പ്രിയ കൂട്ടർക്ക് നമസ്കാരം. ഞാൻ രതീഷ് മേനോൻ. ഒരു നീണ്ട കാലത്തിന് ശേഷം നമ്മുടെ ഫോട്ടോഷോപ്പ് ക്ലാസ് പുനരാരംഭിക്കുകയാണ്. നമ്മൾ പാഠം 9 അവസാനമായി പഠിച്ചത് ഷേപ്പുകളും പാറ്റേണുകളും എല്ലാമാണ്. പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ടെക്സ്റ്റിനുള്ളിലേക്കോ ഷേപ്പിനുള്ളിലേക്കോ ചിത്രത്തിനുള്ളിലേക്കോ മറ്റൊരു ചിത്രം അതിൻ്റെ ഡിസൈൻ ആയി ഉൾക്കൊള്ളിക്കുന്നതാണ് പാറ്റേൺ. ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ഈ രതീഷ് എന്ന് എഴുതിയിരിക്കുന്നതിനുള്ളിൽ കാണുന്ന ഈ സ്റ്റൈൽ, ഇത് നമുക്ക് ഒരു ചിത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ രീതിയാണ് നമ്മൾ പാറ്റേൺ ചെയ്യുന്നത്. എന്നാൽ പാറ്റേണിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ വിഡ്ത്തോ ഹൈറ്റോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി വളരെ കാര്യമായിട്ട് വ്യത്യാസപ്പെടാറുണ്ട്. അതിന് പകരമായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഉള്ള മറ്റൊരു സൗകര്യമാണ് ക്ലിപ്പിംഗ് മാസ്ക്. അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് ആദ്യമായിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നതിന് ഒരു പുതിയ ഡോക്യുമെന്റ് തുടങ്ങാം. ഫോട്ടോഷോപ്പ് ക്ലാസ് പലരും മറന്നിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് സ്വല്പം റീവൈൻഡ് കൂടി ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്താം. പുതിയ ഡോക്യുമെന്റ് തുടങ്ങുന്നതിന് ഫയൽ മെനുവിൽ നമ്മൾ ന്യൂ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വിഡ്ത്ത് എന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിന് അനുയോജ്യമായ ഒരു അളവ് കൊടുക്കാം. വലിയ അക്ഷരങ്ങൾ കൊടുക്കുമ്പോൾ കൂടുതൽ അളവ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 900 എന്ന് കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ഇതിൻ്റെ അളവ് എപ്പോഴും പിക്സൽ എന്നത് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ റെസൊല്യൂഷൻ എന്നത് 72 എന്ന് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി സെറ്റിങ്സ് ഒന്നും മാറ്റം വരുത്തേണ്ടതില്ല. തുടർന്ന് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വൈറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് ഇടതുഭാഗത്ത് ഈ കാണുന്ന ടൂൾ ബാറിൽ നിന്നും നമ്മൾ ടി എന്ന സിമ്പിൾ സെലക്ട് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ഭാഗം മുഴുവൻ കാണുന്നില്ല എങ്കിൽ, ഒരു ഉദാഹരണം നോക്കുക. ഇപ്പോൾ ഇത്രയുമാണ് കാണുന്നത് എങ്കിൽ അതിന് കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനായി സെലക്ട് ചെയ്ത ഏരിയ പൂർണ്ണമല്ല എന്നതാണ്. അതുകൊണ്ട് ആ ടൈപ്പ് ചെയ്യുന്നതിന് ചുറ്റുമായിട്ട് കാണുന്ന ഈ ചെറിയ സ്ക്വയറുകളിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, കഴിവതും കോർണറിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഏരിയ ഡ്രാഗ് ചെയ്ത് കൂട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് മാറ്റുന്നതിന് മുകളിലായിട്ട് ഇതുപോലെ ഓപ്ഷൻ ഉണ്ട്. ആവശ്യമായ ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ സ്വല്പം ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഏത് ഇമേജ് വെച്ചാണോ മാസ്ക് ചെയ്യേണ്ടത് അത് ഈ ചിത്രത്തിനുള്ളിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആ ചിത്രങ്ങൾ ഓപ്പൺ ആക്കാം. ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ കൊടുക്കുക. നമുക്ക് ഒരു ചിത്രം സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. നമുക്കിവിടെ മൂവ് ടൂൾ ബാർ ആണ് ആക്റ്റീവ് ആയിരിക്കുന്നത് എങ്കിൽ ഈ കാണുന്ന ടൂൾ ബാർ ഇതുപോലെ ഇത് മൂവ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചില ചിത്രങ്ങൾ ഇതുപോലെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. നോക്കാം, നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇത് മൂവ് ആവുന്നില്ല. ഇതിന് കാരണം ഇത് ലോക്ക്ഡ് ലെയർ ആണ്. ലോക്ക്ഡ് ലെയർ അൺലോക്ക് ചെയ്യാൻ നമ്മൾ മുൻപുള്ള അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ല എങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ വിൻഡോയിൽ ലെയേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. നമുക്ക് വലതുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പാലറ്റ് ഓപ്പണായി വരും. ഇവിടെ നോക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്നതിന് നേരെ ഒരു ലോക്ക് സിമ്പിളുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ചെറിയ വിൻഡോ വരും. ഓക്കെ കൊടുത്തതിനാൽ അൺലോക്കായി. ഇതുപോലെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മൂവ് ചെയ്യിക്കാം. ഇനി മൂവ് ചെയ്യിച്ചതിന് ശേഷം നമുക്കിത് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. നോക്കുക, ഇവിടെ മുകളിലായിട്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഓരോ ഡോക്യുമെൻറ്റുകളാണ്, നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ. നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നോക്കുക. ഇനി കീ ബട്ടണിൽ നിന്നും നമുക്ക് വിരലെടുക്കാം. നോക്കുക, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന ചിത്രം വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ ലെയർ വിൻഡോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് മുകളിലായിട്ട് മൗസ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് സെലക്ട് ചെയ്യുക. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ആ ചിത്രം ഇതിൻ്റെ മാസ്ക് ആയിട്ട് മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഈ മാസ്ക് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഹൈറ്റ് വിഡ്ത്ത് എല്ലാം തന്നെ മാറ്റാൻ സാധിക്കും. ഇത് നമ്മൾ പാറ്റേൺ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്ലാരിറ്റി വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എഡിറ്റ് മെനു ക്ലിക്ക് ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം എന്നത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+T എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഫോട്ടോഷോപ്പിൽ എപ്പോഴും ഷോർട്ട് കട്ടുകളാണ് ഏറ്റവും ഉപയോഗപ്രദം. ഇവിടെ നമ്മൾ Ctrl+T എന്നത് അമർത്തിയിട്ട് മാറ്റങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ അതിന് കാരണം നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്ന ചിത്രം നമ്മുടെ ഡോക്യുമെൻറ്റിനേക്കാളും വളരെ വലുതാണ് എന്നാണ്. നമുക്ക് കൺട്രോളും ന്യൂമറിക് കീബോർഡിലെ മൈനസും ഉപയോഗിച്ച് ഇതുപോലെ ഡോക്യുമെൻ്റ് സ്വല്പം ചെറുതായി നോക്കാം. അപ്പോൾ
നോക്കുക, ഇവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനുള്ള സ്ക്വയറുകൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ഷിഫ്റ്റും ഓൾട്ടും കൂടി പ്രസ് ചെയ്ത് പിടിച്ച് ഈ ഡോക്യുമെൻറ്റ് ഇതുപോലെ പ്രൊപ്പോർഷണലായിട്ട് ചെറുതാക്കാം. തുടർന്ന് എൻ്റർ അമർത്തുക. അപ്പോൾ ട്രാൻസ്ഫോം കറക്റ്റ് ആവുന്നു. ഇനി Ctrl+1 അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ വ്യൂവിലേക്ക് തന്നെ സ്ക്രീൻ വരുന്നു. നോക്കുക, ഇതുപോലെ വലുതായി വരുന്നു. ഒരിക്കൽ കൂടി Ctrl+T അമർത്തുക. അതിനു മുമ്പ് ഓർക്കുക, ഇവിടെ ലെയർ വിൻഡോയിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ചിത്രം തന്നെ ആയിരിക്കണം. ഇവിടെ നിന്നിപ്പോൾ ഇത് മൂവ് ആവുന്നില്ല. ഇത് മൂവ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ Ctrl+T അമർത്തി ഫ്രീ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ മൂവ് ചെയ്യിച്ച് മാറ്റം വരുത്താം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു ചിത്രം കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ ചിത്രം നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കിയ ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരിക. ഇവിടെയും ശ്രദ്ധിക്കുക, നിങ്ങൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിന് മുകളിലായിട്ടായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. Ctrl+T അമർത്തി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഇതുപോലെ മൂവ് ചെയ്യിക്കാം. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ടെക്സ്റ്റിനാണ് കൊടുത്തത്. ഇത് കൂടാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബ്രഷിനോ മറ്റും എല്ലാം തന്നെ ഇതുപോലെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാൻ സാധിക്കും. നമുക്കതിന് ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്യാം, ബ്രഷ് എടുക്കാം, ഒരു സൈസ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. ഒരു ബ്രഷിൻ്റെ ഡിസൈൻ ഞാനിതുപോലെ സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ നിന്നും ഞാനിവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ വരച്ചിരിക്കുന്നു. ഇനി ഇതിലേക്കും ഇതുപോലെ നമുക്ക് മാസ്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇതുപോലെ മാസ്ക് ചെയ്യേണ്ട ഒരു ചിത്രം ഓപ്പൺ ആക്കുക. അതും ഇതുപോലെ നമുക്ക് ലോക്കാണെങ്കിൽ അൺലോക്ക് ചെയ്യുക. തുടർന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഇതുപോലെ ഇമേജിന് മുകളിൽ നമ്മൾ കൊണ്ടുവന്ന ഇമേജിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് പ്രസ് ചെയ്യുക. നോക്കുക, നമ്മൾ ബ്രഷ് കൊണ്ട് വരച്ചു കൊടുത്ത ഡിസൈനുള്ളിലേക്ക് മാസ്കായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഇതിനുള്ളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മൾ വരച്ച ഈ ഷേപ്പിനുള്ളിൽ മൂവ് ചെയ്യിക്കാം. അതിന് Ctrl+T അമർത്തി ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ചെയ്യുക. നോക്കുക, ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യിക്കാം. നോക്കുക, നമ്മൾ ലെയർ 2 എന്നതിലാണ് ബ്രഷിൻ്റെ ഒരു സ്റ്റൈല് വരച്ചു കൊടുത്തത്. ഇവിടെ മറ്റൊരു ബ്രഷ് സ്റ്റൈൽ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനും വലിയൊരു ചിത്രം ഉപയോഗിച്ചാണ് മാസ്ക് ചെയ്തതെങ്കിൽ അതും അപ്ലൈ ആവുന്നതായിരിക്കും. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തോ. ഇവിടെ മറ്റൊരു ബ്രഷ് സ്റ്റൈൽ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇനി മറ്റൊരു ബ്രഷ് സ്റ്റൈൽ ഞാനിവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. നോക്കുക, ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായ ഡിസൈനുകൾ മാസ്ക് ഉപയോഗിച്ചും ബ്രഷ് ഉപയോഗിച്ചുമെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് മാസ്ക് എന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ആർ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഫോട്ടോഷോപ്പിലെ മറ്റു ചില സൗകര്യങ്ങൾ പരിചയപ്പെടാം. കമ്പ്യൂട്ടറിലും മൊബൈലിലും ഉപയോഗിക്കുന്ന പുതിയ പുതിയ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് മലയാളം വീഡിയോകൾ എന്നും ഫേസ്ബുക്കിലൂടെ ലഭിക്കുന്നതിനെ രതീഷ് ആർ. എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്നും ഇനി ഈ ഓപ്ഷനുകൾ കാണുന്നില്ല എങ്കിൽ ഇവിടെ ലൈക്കിനോട് ചേർന്നുള്ള ആരോയിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് എന്നതിൽ ഓൺ എന്ന് ആക്കിയിടുക. തുടർന്ന് എല്ലാ ദിവസവും പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ എത്തപ്പെടുന്നു.